السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد، بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا العلي العظيم. العلماء ورثة الأنبياء. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ആദരവുകൾ നിറഞ്ഞ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അവറുകളെ, അധ്യക്ഷപീഠം അലങ്കരിച്ച തിരക്കപ്പറമ്പ് തങ്ങളവറുകളെ, തലപ്പാറ തങ്ങൾ, അതുപോലെ ഒരുപാട് സയ്യിദന്മാർ നമ്മുടെ സ്റ്റേജിലുണ്ട്. സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, സദസ്സിൽ സന്നിഹിതരായ ശ്രോതാക്കളെ, വന്ദ്യരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്പസമയത്തിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തും. ശൈഖുനയുടെ സാരസമ്പൂർണമായ പ്രസംഗം കാത്തിരിക്കുന്ന നമുക്ക് ഈ സദസ്സിൽ ഇരിക്കുന്നതിനെ ഒരു സാലിഹ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്ലിസ്, സത്യസന്ധമായ അറിവുകൾ നൽകുന്ന മജ്ലിസ്, വഅദിന്റെ മജ്ലിസാണെങ്കിലും നമ്മുടെ മഹത്തായ ദാറുൽ ഫലാഹിൽ നടക്കുന്ന മജ്ലിസാണെങ്കിലും മൊത്തം ഇൽമിന്റെ മജ്ലിസ് അത് സ്വർഗത്തിന്റെ അനുഭൂതിയുള്ള സ്ഥലമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്വർഗത്തിന്റെ അനുഭൂതി എന്ന് പറഞ്ഞാൽ, സ്വർഗം എന്ന് പറഞ്ഞാൽ അത് നാം കാണാൻ പോകുന്ന, നാം അനുഭവിക്കാൻ പോകുന്ന, നാം പ്രതീക്ഷിക്കുന്ന വിഭവങ്ങളുടെ ഒരുപാട് വിഷയങ്ങൾ ഖുർആനിൽ അവതരിപ്പിച്ച ഒരു സ്ഥലമാണ് സ്വർഗം. സ്വർഗത്തിന്റെ സവിശേഷത, അതിന്റെ പ്രത്യേകത, സ്വർഗത്തിൽ ഒരു മനുഷ്യൻ കടന്നാൽ അവിടെ കടക്കുവാൻ വളരെ പ്രയാസമുണ്ട്. സ്വർഗം മുഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ എന്നാണ് വിശുദ്ധ ഖുർആനിൽ. അത് ഇസ്ലാമിക വീക്ഷണത്തിലുള്ള VIP-കൾക്ക് തയ്യാർ ചെയ്തതാണ് സ്വർഗം എന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. വളരെ വ്യക്തമായി അല്ലാഹു പറഞ്ഞു, ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ. അതിങ്ങനെ മുത്തഖീങ്ങളല്ലാത്ത ആളുകൾക്കല്ല അല്ലാഹു ഇത് ചെയ്തത്, ഒരുക്കി വെച്ചത് മുത്തഖീങ്ങൾക്കാണ്. അവിടെ VIP-കൾ മാത്രമേ വരുള്ളൂ. ഇനി അഥവാ ഒരു പാപം ചെയ്തവൻ സ്വർഗത്തിൽ എത്തണമെങ്കിൽ പുറത്തു നിന്നത് മുഴുവനും പുറത്തു കൊടുക്കണം. അല്ലാതെ പാപത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂല.
ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി കാണാം, മനുഷ്യര് അവര് സ്വർഗത്തിലെത്തുന്നതിന്റെ മുമ്പ് എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുത്ത് അതിന്റെ ശിക്ഷകൾ വേണമെങ്കിൽ അത് അനുഭവിച്ച് ശരിക്ക് പ്യൂർ തഖ്വയുടെ ഒരു സ്ഥലമായതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളൊന്നും സ്വർഗത്തിൽ നേരത്തെ കടക്കാൻ അനുവദിക്കൂല. ചിലര് വിചാരിക്കും ഈ ദോഷം ചെയ്ത ആളുകള് മൈസറയിലെത്തിയാൽ അവിടെ ഏതെങ്കിലും ചുളിവിൽ അങ്ങനെ സ്വർഗത്തിലെത്തുമെന്ന്. അങ്ങനെയല്ല. ഉഇദ്ദത്തിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് സ്വർഗം എന്ന് അള്ളാഹു പറഞ്ഞു. അള്ളാഹുവാണ് സ്വർഗത്തിന്റെ ശില്പി. അള്ളാഹു ഉണ്ടാക്കിയ സ്വർഗമാണ്. ഈ സ്വർഗം ഉണ്ടാക്കിയത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. ഇസ്ലാമിക ദൃഷ്ടിയ VIP എന്ന് പറയാം മുത്തഖീ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക്. എന്നാൽ ഈ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ എത്തിയാലുള്ള സവിശേഷത എന്താണ്? അവിടെ ഇഷ്ടമുള്ളതൊക്കെ കിട്ടും. എന്ത് ചോദിച്ചാലും കിട്ടും. ചോദിക്കണമെന്നില്ല, മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അവിടെ കിട്ടും. ഇതാണ് സ്വർഗത്തിന്റെ സവിശേഷത. അപ്പൊ ഇൽമിന്റെ മജ്ലിസ് സ്വർഗത്തിന്റെ സവിശേഷതയുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ, ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് നാം ചോദിക്കുന്നത് മുഴുവനും കിട്ടും എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. മറ്റൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്, മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ലോക ജനത വന്ന് അവിടെ തിരക്ക് കൂടുന്നത്, അവിടെ ഒരു 2 റക്അത്ത് നിസ്കരിച്ചു കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയത്തിന് വേണ്ടി എത്ര വലിയ തിക്കും തിരക്കുമാണ് മദീനയിൽ റൗള എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ സ്ഥലത്ത്. എന്താണ് അവിടെ? അത്ഭുതങ്ങളൊന്നും അവിടെ കാണാനില്ല. ദൃശ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഈ സ്വർഗത്ത് മാബൈന ഖബരി വ മിംബരി, എന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്വർഗത്തിന്റെ അനുഭൂതിയുണ്ട് എന്ന് ഒരു വീക്ഷകനോ അല്ലെങ്കിൽ ഒരു ക്യാമറക്കാരനോ അവിടെ പോയിട്ട് അവിടെ ക്യാമറയിൽ പകർത്താൻ പറ്റുന്ന ഒരു അതിശയങ്ങളൊന്നും അത്ഭുതങ്ങളൊന്നും അവിടെ കാണൂല. പക്ഷേ ജനലക്ഷങ്ങളുടെ തിരക്ക് അവിടെ. മുസ്ലിം ഉമ്മത്ത് വിശ്വസിക്കുന്നത്, മുസ്ലിം ലോകം വിശ്വസിക്കുന്നത്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത്, അവിടെ ഒരാൾക്ക് 2 റക്അത്ത് നിസ്കരിച്ച് സുജൂദ് ചെയ്ത് അള്ളാഹുവിനോട് ദുആ എന്നാൽ സ്വർഗത്തിന്റെ അനുഭൂതി അയാൾക്ക് കിട്ടുമെന്നും ആ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്നാണ്. അതുകൊണ്ടാണ് അത്രയും വലിയ തിരക്ക്. അവിടെയുള്ള കോർപ്പറേഷൻ, അതുപോലെ തന്നെ മദീനന്റെ ഭരണാധികാരി എപ്പോഴും അവിടെ ഏത് സമയത്തും തിരക്കാണ്. അവിടെ ഇങ്ങനെ ആളൊഴിച്ച് 10 മിനിറ്റ് എന്ന് ലോക ജനതയെ കയറ്റുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. ഞാൻ പറഞ്ഞത് സ്വർഗത്തിന്റെ അനുഭൂതിയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ സ്വർഗത്തിന്റെ അനുഭൂതി എന്ന് പറഞ്ഞാൽ ഇതൊരു വാചകം കൊണ്ട് തീരുന്നതല്ല, ഒരു നല്ല മനുഷ്യൻ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുന്ന സ്ഥലം എന്നാണ്. അപ്പൊ ദാറുൽ ഫലാഹിൽ നേരത്തെ പറഞ്ഞ ഹയ്യാലൽ ഫലാഹ് എന്ന് വിളിക്കുന്ന ഈ ഫലാഹിൽ ഇൽമിന്റെ മജ്ലിസ്, ആ സ്ഥാപനത്തിന്റെ പേരിൽ ഇപ്പോൾ ഒരുമിച്ച് കൂട്ടിയത് ഇൽമിൽ മജ്ലിസ്. നമ്മൾ ഇവിടെ ഇങ്ങനെ ദുആറക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ അനുഭൂതിയുണ്ട് എന്ന് പറയുമ്പോ ആ ദുആക്ക് ഇജാബത്ത്, ഈ ദുആക്ക് ഇജാബത്ത് ചെയ്യാനുള്ള കാരണം മറ്റൊന്നുണ്ട്. സ്വർഗത്തിന്റെ അനുഭൂതിയുണ്ട് എന്ന് പറഞ്ഞതിന്റെ പുറമെ സ്വർഗത്തിൽ എപ്പോഴും നമുക്ക് ഖാദിമീങ്ങളായിട്ടുള്ളത് പല നിലക്കുമുണ്ടെങ്കിലും അവിടെ അള്ളാഹുവിന്റെ മലായികത്താണ് നമ്മളെ അവിടെ ശുശ്രൂഷിക്കുന്നത്. വിൽദാനും മുഖലും മറ്റൊക്കെ ഉണ്ടെങ്കിലും മലായികത്തിന്റെ നിയന്ത്രണത്തിലാണ് അള്ളാഹു കൊടുത്തത്. എന്നാൽ ഈ ഇൽമിന്റെ മജ്ലിസിലും ദാറുൽ ഫലാഹിൽ നടക്കുന്ന ഖുർആൻ ഹിഫ്ളാക്കുന്ന മജ്ലിസിലും അവിടെ ദഅവ കോളേജ് ക്ലാസ് എടുക്കുന്ന മജ്ലിസിലുമൊക്കെ സ്വർഗത്തിന്റെ അനുഭൂതി മജ്ലിസുൽ ഇൽമ് അത് പെടുമെങ്കിൽ അവിടെ മലായികത്തിന്റെ സാന്നിധ്യമുണ്ട്.
നമ്മൾ മോശക്കാരാണെങ്കിലും നമ്മളുടെ ഇൽമിന്റെ മജ്‌ലിസുള്ള ദുആക്ക് ആമീൻ പറയുവാൻ മലായികത്തുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഒരു ഇമാമും മൗമൂമുമായി നിസ്കരിക്കുന്ന ഒരു ഇമാമും മൗമൂം, ഇമാമ് വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ ഇമാം ആമീൻ പറയണമെന്നാണ് ശരീഅത്ത്. മതം അങ്ങനെയാണ്. ആ കൂട്ടത്തിൽ മൗമൂമിങ്ങൾ ഇമാം ആമീൻ പറയുമ്പോൾ കൂടെ ആമീൻ പറയണം. അവിടെ പണ്ഡിത ലോകം രേഖപ്പെടുത്തുന്നത് കാണാൻ, നമുക്ക് ദൃശ്യമായ ഈ മൗമൂമിങ്ങളെ പുറമെ അദൃശ്യരായ ഒരു കൂട്ടം ആളുകൾ അവിടെയുണ്ട്. നമ്മൾ കാണാത്ത ഒരു കൂട്ടരുണ്ട്. വലദ്ദാല്ലീൻ എന്ന് വരെ ഇമാമ് പറയുമ്പോൾ ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഏൽപ്പിച്ച ചില മലായികത്ത് അതിന് ആമീൻ പറയുന്നു എന്നാണ്. എന്ന് പണ്ഡിതന്മാര് പറയുന്നത് ഫമം വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായികത്തി. നമ്മളുടെ ആമീനും മലായികത്തിന്റെ ആമീനും തമ്മിൽ യോജിച്ചു വരുമ്പോ നമ്മളുടെ പാപങ്ങൾ ഗുഫറലഹു മാ തഖദ്ദം, എല്ലാ പാപങ്ങളും പൊറുത്തു കിട്ടുന്നു എന്നാണ്. ഇത് സ്വർഗത്തിന്റെ അനുഭൂതി ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇമാമും മൗമൂമുമായി നിസ്കരിക്കുന്ന ഇബാദത്തിന്റെ സ്ഥലത്ത് നമ്മൾ ആ ഇമാം ആമീൻ പറയുമ്പോൾ നമ്മൾ കാണാത്ത ഒരു സമൂഹം അതിന് ആമീൻ പറയുന്നു. സ്വർഗത്തിന്റെ അനുഭൂതിയുള്ള ഈ മജ്‌ലിസിൽ വന്യരായ സയ്യിദന്മാര് ദുആ ചെയ്യുമ്പോൾ അവിടെ ആമീൻ പറയാൻ ചില മലായികത്തിനെ അല്ലാഹു തആല തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ മലായികത്തിന്റെ ആമീനും നമ്മുടെ ദുആയും നമ്മളുടെ ആമീനും യോജിച്ചു വരുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവനും അല്ലാഹു നൽകും. ഇതാണ് സ്വർഗത്തിന്റെ അനുഭൂതിയുള്ളത്. പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് ഞാൻ പറയുന്നത്, ഈ കാരക്കുന്നിൽ ഈ സ്ഥാപനം വന്നു ഇൽമിന്റെ മജ്‌ലിസാണ്. ആർക്കെങ്കിലുമൊക്കെ വിദ്വേഷങ്ങൾ ഉണ്ടാകാം. ഒരു കാലത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന 2-3 സ്ഥാപനങ്ങളിൽ മാത്രം ഈ മതത്തിനെ ഒതുക്കി നിൽക്കാൻ ശ്രമിച്ചിരുന്നു ആരൊക്കെയോ. പുളിക്കൽ ഒരു മദീനത്തുലും ഒരു കോളേജും, അരീക്കോട്ട് ഒരു കോളേജും, ഫറോക്കിൽ റൗലത്ത് എന്ന കോളേജും, ഇങ്ങനെ 2-3 കോളേജുകളിലായി ഇവിടുത്തെ ഇസ്ലാമികമായ പ്രവർത്തനങ്ങളും ഇസ്ലാമികമായ അറിവുകളുമൊക്കെ ഈ കോളേജിൽ എന്ന് പറഞ്ഞാൽ വിദഗ്ധത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുവാൻ വേണ്ടി അല്ലേ നമ്മളുടെ പട്ടിക്കാട് ജാമിയ നൂരിയയോ മർക്കസ് സഖാഫത്ത് സുന്നിയയോ അല്ലെങ്കിൽ നമ്മളുടെ മഅദനോ ഒക്കെ വരുന്നതിന് മുമ്പ് വളരെ പഴക്കം ചെയ്ത് ചില ബുദ്ധി ചില തലയോട് ചിന്തിച്ചതിന്റെ പേരിൽ ഇവിടെ 2-3 കോളേജുകൾ ഉണ്ടാക്കിയത് വിദ്യാത്തിന്റെ ആളുടെ കയ്യിൽ. അവിടെ പഠിപ്പിക്കപ്പെടുന്നത് വിദ്യാത്ത്. ഇങ്ങനെ കേരള മുസൽമാനെ മുഴുവനും വിദ്യാത്തിന്റെ തട്ടകത്തിൽ കൊണ്ടുവരാമെന്ന് ശ്രമിച്ചെങ്കിൽ, അങ്ങനെ ശ്രമിച്ചു എങ്കിൽ പിൻകാലത്തുണ്ടായത് സലഫ് സാലിഹീങ്ങളും സൂഫി വര്യന്മാരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽക്കുള്ള വലിയ വലിയ സയ്യിദന്മാർ അവരുടെ പ്രാർത്ഥന ഫലമായി ദർസുകളിലും മഖ്ബറകളിലും വെച്ച് അവർ പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടിയതിനാണ് കേരളത്തിലുടനീളം ആദർശ പ്രസ്ഥാനം പഠിപ്പിക്കുന്ന കോളേജുകൾ നമുക്കുണ്ടായി. നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു നിങ്ങളൊരു യാത്ര ചെയ്താൽ, മലപ്പുറം ജില്ലയിൽ ഒന്നായി നിങ്ങൾ യാത്ര ചെയ്താൽ യഥാർത്ഥ ശരീഅത്ത് പഠിപ്പിക്കുന്ന പവിത്രമായ ആദർശം പഠിപ്പിക്കുന്ന എത്ര കോളേജുകൾ അർഹമുറാഹിമായ അല്ലാഹു നമുക്ക് ചെയ്തു. ഞാൻ നിങ്ങളോട് പറയുന്നത്, മർക്കസ് എന്ന് പറയപ്പെടുന്ന മഹത്തായ ഒരു സ്ഥാപനത്തിൽ അവിടെ നിന്ന് 10,000കണക്കിനുള്ള ആലിമീങ്ങളുടെ ദുആക്ക് മലായികത്തിന്റെ ആമീനും കൂടി വന്നപ്പോ
അള്ളാഹു അത് സ്വീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നമുക്കുടനീളം കോളേജുകൾ ഉണ്ടായി. ഇവിടെയൊക്കെയും ആദർശമാണ് പഠിപ്പിക്കുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന ആദർശമാണ് പഠിപ്പിക്കുന്നത്. ഈ ആദർശം പഠിപ്പിക്കുന്ന മജ്ലിസുകളോ, മജ്ലിസ് നിങ്ങൾ പറഞ്ഞാൽ കണ്ടോ, കോളേജുകളൊക്കെയും മജ്ലിസുൽ ഇൽമാണ്. മർക്കസും മഅദീനും അതുപോലെ അടക്കമുള്ള മജ്മഅകളൊക്കെയും മജ്ലിസുൽ ഇൽം, അത് സ്വർഗത്തിന്റെ പൂന്തോപ്പ്. അവിടെ സ്വർഗത്തിന്റെ പൂന്തോപ്പെന്ന് ഞാനല്ല പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ. റസൂലുള്ള പരിചയപ്പെടുത്തി തന്ന സ്വർഗമേതാണ്? മഹ്ശറയിൽ. അവിടെ കിട്ടാവുന്നത് ചോദിക്കേണ്ട ആവശ്യമില്ല, മനസ്സിൽ കരുതിയാൽ മുഴുവനും കിട്ടും. അങ്ങനെ കിട്ടിയവർ അനുഭവിച്ചവരാണ് നമ്മൾ. പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, ചിന്തിക്കണം. തന്നെയുമല്ല, ഈ കോളേജുകൾ ചെയ്യുന്നത് എന്താണ്? പത്തപ്പിരിയം ഇവിടെ കോളേജ് നേരത്തെ കുറെ പദ്ധതികൾ പറഞ്ഞു. മഅദൻ കുറെ പദ്ധതികൾ, മർക്കസ്, സിറാജുൽ ഹുദ, അതുപോലെ തന്നെ സഅദിയ, എല്ലാം എന്താണ് ചെയ്യുന്നത്? ഒരൊറ്റ സംഭവം ഞാൻ ഓർക്കുകയാണ്, നിങ്ങളെ ചെറുതിക്ക് വേണ്ടി ഞാൻ പറയുന്നു. അള്ളാഹുവിന്റെ റസൂലിന് സർവജ്ഞനായ റബ്ബ് സുബ്ഹാനഹു വ തആല ജിബ്രീൽ വഴി ഹിറാ ഗുഹയിൽ വെച്ച് നുബുവത്ത് എന്നുള്ള ആ ഉന്നത പദവി നൽകി. തന്റെ 40ാമത്തെ വയസ്സിലാണ് ഈ സംഭവം. ഇഖ്റ ബിസ്മി റബ്ബിക എന്നുള്ള ആ സൂക്തം ഓതിക്കൊടുത്തും കൊണ്ട് 40ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ പോയവരുണ്ടാകും. അതിൽ പോകാനും നിസ്കരിക്കാനും സാധിച്ചവർ ആലിമീങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ വെച്ചാണ് ലോകത്തിന്റെ മുഴുവനും, ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരു സന്ദേശം അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുത്തു. എന്താ? ഇവിടെ ജനിക്കുന്നവരെ ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ വക്താവാക്കണമെന്നാണ് അള്ളാഹു നബിയോട് കൽപ്പിച്ചത്. മൂസാ നബിയോട് അള്ളാഹു കൽപ്പിച്ചത് ബനി ഇസ്രായേൽക്കാരുടെ കാര്യമാണ്. ഈസാ നബിയോട് അള്ളാഹു തആല കൽപ്പിച്ചത് ബനി ഇസ്രായേൽക്കാരുടെ കാര്യമാണ്. എന്നാൽ തഫ്സീറിന്റെ പണ്ഡിതന്മാരോ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് ഒരു ഗ്രാമത്തിലേക്കുള്ള, ഒരു പഞ്ചായത്തിലേക്കുള്ള, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കുടുംബത്തിലേക്കുള്ള, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള 1 or 2 അനുയായികൾ മാത്രമുള്ള പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അഖില ലോകത്തിലുള്ള ജനിക്കുന്ന സർവ മനുഷ്യനും, അത് എവിടെ ജനിച്ചാലും, ഏഷ്യയിൽ ജനിച്ചാലും, ആഫ്രിക്കയിൽ ജനിച്ചാലും, ലാറ്റിൻ അമേരിക്കയിൽ ജനിച്ചാലും, ഓസ്ട്രേലിയയിൽ, ലോകത്ത് സൂര്യന്റെ ചോട്ടിലുള്ള എവിടെ ജനിച്ചാൽ ഇവർക്കൊക്കെ തൗഹീദിന്റെ സന്ദേശം എത്തിക്കണം. അതല്ലേ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു കൽപ്പിക്കുന്നത് ഹിറാ ഗുഹയിൽ വെച്ച്. അത് പിടിച്ചുകൂട്ടിയതും അണച്ചുകൂട്ടിയതും മാത്രമല്ല, ഓതിയതും ഞാൻ ഓത്തുകാരനല്ല എന്ന് പറഞ്ഞതും സംഭവങ്ങളൊക്കെ കൂടുതലും ആലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നു, ഈ ലോകത്തിന്റെ പൊതു ഉത്തരവാദിത്വം റസൂലുള്ളാഹിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ നബി തങ്ങൾക്ക് സ്വൽപ്പം ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. പനി. ഒരു പഞ്ചായത്ത് മെമ്പർ ആ മെമ്പർ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അയാള്, നിങ്ങൾ ചിന്തിക്കണം, അയാള് ആ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ മെമ്പർ ഓഫ് പാർലമെന്റിലോ അല്ലെങ്കിൽ ലോക അസംബ്ലിയിലോ ഒക്കെ തന്നെ ഏറ്റെടുക്കുമ്പോ എത്ര പ്രയാസത്തോടു കൂടിയാണ്. തന്നെയുമല്ല, ഇന്ന് കേസുകൾ കൂടുതലും വരുന്നത് സത്യപ്രതിജ്ഞക്കെതിരായും കൊണ്ട് ചെയ്തു എന്നാണ്. എല്ലാ തരത്തിലും ഭരണാധികാരികൾ മുഴുവനും ഈ തരത്തിലുള്ള പല പ്രശ്നങ്ങളും രാജ്യത്ത്. അള്ളാഹുവിന്റെ റസൂലിനോട് ലോകത്തിന്റെ ഭരണാധികാരിയായ അള്ളാഹു പറയുന്നു, ഇവിടെ ജനിക്കുന്ന മുഴുവനും ആളുകൾക്ക് തൗഹീദിന്റെ സന്ദേശം. ഇത് ഏറ്റെടുത്ത റസൂലുള്ളാഹിക്ക് സ്വൽപ്പം ഒരൽപ്പം ഒരു പനി സ്വാഭാവികമാണ്. എന്താ പനി? രോഗത്തിന്റെ പനിയല്ല. ഈ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എങ്ങനെയൊക്കെ നിർവഹിക്കാൻ കഴിയുമെന്ന ചിന്ത, ആ ചിന്തയിൽ ഒരു പനി വന്ന സംഭവം ബുഖാരിയുടെ ഹദീസിൽ കാണാം, മുസ്ലിമിന്റെ ഹദീസിൽ കാണാം. നബി തങ്ങൾക്ക് ഈ ഭാരിച്ച ഉത്തരവ് എങ്ങനെ
ജനിക്കുന്ന സർവ മനുഷ്യനും, ഭൂമിയിൽ ജനിക്കുന്ന സർവ മനുഷ്യന്റെയും പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആലം എന്ന വേർഡിന്റെ അർത്ഥം മാസിവൽ ബാരി, പടച്ചവനല്ലാത്ത സർവ പെട്ടതാണ് ആലം. അവർക്ക് റഹ്മത്താണ്, എല്ലാവർക്കും പ്രവാചകനാണ്. ഇവിടുത്തെ മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ അവരുടെ വേവരാതികൾ പറയുന്ന ശരിക്കുള്ള ഒരു കോടതിയായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ കോടതി. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നു, വേവലാതി പറഞ്ഞ പക്ഷികളെ കാണുന്നു, വേവലാതികൾ പറഞ്ഞ ഒട്ടകങ്ങളെ കാണുന്നു, വേവലാതികൾ പറഞ്ഞ കുതിരകളെ കാണുന്നു. അപ്പോൾ ഈ ലോകത്തിന്റെ പ്രവാചകനാണ്, മനുഷ്യർക്കുമല്ല അല്ലാത്തവർക്കുമുള്ള പ്രവാചകനാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ ഈ ഉത്തരവാദിത്വ നിർവഹണത്തിനെ സംബന്ധിച്ചുള്ള ചിന്ത അല്പം സ്വല്പം പനിയുണ്ടായി. ഉടനെ തന്നെ വീട്ടിൽ സഹധർമ്മിണി, അള്ളാഹുവിന്റെ റസൂൽ 25 വയസ്സിൽ കല്യാണം കഴിച്ച ഒരു സഹധർമ്മിണി ഖദീജ ബീബി. ഖദീജ ബീബിക്ക് അന്ന് 40 വയസ്സ്. എന്നാൽ ഈ സംഭവം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അവിടെ രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ജിബ്രീൽ വന്ന ഒരാൾ വന്നതും ഖുർആൻ ഓതിക്കൊടുത്തതും സൂറ ഓതിക്കൊടുത്തതും അണച്ചുകൂട്ടിയും സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോ നബിയുടെ ഒരു വെപ്രാള്, ഒരു അസ്വസ്ഥത ഇങ്ങനെ കാണുന്നു. ആ സമയത്ത് സാന്ത്വനത്തിന്റെ വാക്കുകൾ ആദ്യമായി പറയേണ്ടത് സഹധർമ്മിണി തന്നെയാണ്. ഇമാം ബുഖാരി തങ്ങള് ബുഖാരിയുടെ ഫസ്റ്റ് ഹദീസിൽ തന്നെ പറയുന്നു, ഈ കാര്യങ്ങൾ ഹിറായിൽ സംഭവിച്ച സംഭവ വികാസങ്ങൾ പറഞ്ഞപ്പോ തന്റെ സഹധർമ്മിണി പറഞ്ഞത് സാന്ത്വനത്തിന്റെ വാക്ക് പറഞ്ഞ ലാ യുഹ്സികല്ലാഹു അബദ, ലാ യുഹ്സികല്ലാഹു അബദ. തങ്ങൾക്ക് സ്വല്പം അസ്വസ്ഥതയുടെ പേരിൽ ഒരു പനി, ദസിലൂനി എന്നോ ജമ്മിലൂനി, എനിക്ക് പുറപ്പെട്ടു തരണം എന്നൊക്കെ ജമ്മിലൂനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്താലും ഇതൊരു രോഗത്തിന്റെ പനിയല്ല. സ്വാഭാവികമായി ഉത്തരവാദിത്ത നിർവഹണത്തിനെ പറ്റി ചിന്തിച്ചപ്പോൾ ഉണ്ടായ ചെറിയ ഒരു അസ്വസ്ഥതയാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിനോട് പ്രിയപ്പെട്ട ഭാര്യ ഖദീജ പറയുന്നു, ലാ യുഹ്സികല്ലാഹു അബദ, നിങ്ങൾക്ക് പരാജയമില്ല. നിങ്ങളെ ഒരു കാലം ഈ അബദ് എന്ന പദത്തിന്റെ അർത്ഥം ലാ യുഹ്സിക എന്ന, അതുകൊണ്ടാണ് നിങ്ങൾ അബദ് എന്ന് പറഞ്ഞ ഭൗതിക ലോകത്തിലും അബദ് അതല്ലേ, പാരത്രിക ലോകത്തിലും എവിടെയും നിങ്ങൾക്ക് നഷ്ടമില്ല. നബിയോടാണ് സംബോധന ചെയ്തുകൊണ്ട് ഖദീജ ബീവി പറയുന്നത്, നിങ്ങൾക്ക് പരാജയമില്ല. കാരണം നിങ്ങളിൽ ഒരു 4 സ്വഭാവമുണ്ട്. എന്റെ പത്തപിരിയത്തിനോടും അതുപോലെ തന്നെ ഞാനും സ്ഥാപനം നടത്തുന്നു, സ്ഥാപനത്തിന്റെ മേധാവികളാണ് ഇരിക്കുന്നതൊക്കെ. അള്ളാഹു സ്വർഗത്തോപ്പിൽ നിന്ന് നൽകിയ ദുആയുടെ പശ്ചാത്തലം കൊണ്ട് കേരളത്തിലുടനീളം ഇൽമിനിക്കുള്ള വലിയൊരു വിപ്ലവം, ആദർശത്തിന്റെ വിപ്ലവം നടത്താൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനോട് അന്ന് സഹധർമ്മിണി പറഞ്ഞത് ലാ യുഹ്സികല്ലാഹു അബദ, നിങ്ങൾക്ക് പരാജയമുണ്ടാകൂല. അബദ ഈ പ്രയോഗമാണ്. ഒരു കാലത്തും പ്രയോഗം നിങ്ങൾക്ക് പരാജയമില്ല. എന്തുകൊണ്ട്? നിങ്ങളിൽ 1-2 സ്വഭാവമുണ്ട്. ഇന്നക ലതഹ്മിലുൽ കൽമ കല്ല വതസിലുർ റഹ്മ വതുഖിരിൽ ലൈഫ വതസ്തുഖുൽ ഖൗല വതുഈനു അലാ നവായിബിൽ ഹഖ്. നിങ്ങൾ ആദർശത്തിന്റെ പോരാളിയാണ്. തുഈനു അലാ നവായിബിൽ ഹഖ്. ലാസ്റ്റ് ആദ്യം തന്നെ പറഞ്ഞതില്ല തഹ്മിലുൽ കല്ല, നിങ്ങൾ കല്ലിനെ ഏറ്റെടുക്കും. കല്ല് എന്ന പദത്തിന് വേണമെങ്കിൽ കാണാം ചില പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി യതീമിനെ സംരക്ഷിക്കും. ജനങ്ങളുടെ പ്രയാസം ഏറ്റെടുക്കുന്ന ആളുകൾ പരാജയപ്പെടൂല. യതീമിന്റെ സംരക്ഷകൻ അതല്ലേ വന്യരായ കാന്തപുരം ഉസ്താദ്. ആയിരക്കണക്കിനുള്ള യതീമീങ്ങൾക്ക് സംരക്ഷണം മർക്കസ് ക്യാമ്പസിൽ മാത്രമല്ല, പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, എവിടെയൊക്കെ പല സ്ഥലങ്ങളിലും വന്യരായ ശൈഖുനയുടെ പേരിൽ പല യതീംഖാനകളും പലതും നടക്കുന്നു.
ആയിരക്കണക്കിനുള്ള യതീമിനെ ഏറ്റെടുക്കൽ ലാ യുഹ്സിക്കല്ലാഹു അബദ, നിങ്ങൾക്ക് പരാജയമില്ല. റസൂലുള്ളാഹിനോട് പറഞ്ഞ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ 40 കൊല്ലക്കാലത്തെ ജീവിതത്തിൽ ജനങ്ങളുടെ പ്രയാസം ഏറ്റെടുത്ത ആളാണ്, യതീമിന്റെ സംരക്ഷകനാണ്, അവര് പരാജയപ്പെടൂല എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു. നോക്കി, മാത്രമല്ല ഖദീജ പറഞ്ഞ കൂട്ടത്തിൽ മറ്റുമുണ്ട്. വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഒരു വിശിഷ്ട മനുഷ്യൻ, ഒരു സ്വാലിഹായ മനുഷ്യന്റെ അടുത്ത് പോകാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുപോകാനും പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം തന്നെയാണ് ആ ഹദീസിൽ കൂടി ആര് പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ നബിക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ പറഞ്ഞത് തന്നെ നബിയെയും കൊണ്ട് എവിടെ പോകാൻ വേണ്ടി പറഞ്ഞു? വറഖത്തിന്റെ അടുത്ത് കൊണ്ടുപോകാൻ. ഒരു കാര്യപ്പെട്ട ഒരാള്, അന്നത്തെ അറിയപ്പെട്ട ഒരു സ്വാലിഹായ മനുഷ്യൻ, സത്യസന്ധനായ മനുഷ്യൻ. ഇന്ന് നമ്മൾ കണ്ടില്ല, പേരിടാൻ സയ്യിദന്മാർ വരും. കുഞ്ഞനെ ആദ്യത്തെ ഭക്ഷണം കൊടുക്കാനുള്ള കണ്ടോ നിങ്ങള്? കാരക്ക പോലത്തുള്ള ഈ വായിലിട്ട് ചവച്ച് അതിന്റെ ഉമിനീർ ആദ്യം കൊടുക്കാൻ ഒരു സയ്യിദിന്റെ അടുക്ക് കൊണ്ടുപോകും. അതൊക്കെ ശരീഅത്ത് നമ്മളെ പഠിപ്പിച്ചാണ്, മതം പഠിപ്പിച്ച. റസൂലുള്ള നുബുവത്തിനെ ഇതിന്റെ പരസ്യം തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ വറഖത്തിന്റെ സമീപത്ത് കൊണ്ടുപോകാൻ പറഞ്ഞ്, അക്കൂട്ടത്തിൽ പറഞ്ഞ് ഈ കൂട്ടത്തിൽ പറഞ്ഞതാണ്, നിങ്ങൾ കല്ലിനേറ്റെടുക്കും. യതീമിന്റെ സംരക്ഷണം ഏറ്റെടുത്തവര്, പ്രയാസം ഏറ്റെടുത്തവര്. ഇവിടെ ദാറുൽ ഫലാഹിൽ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് സംരക്ഷണം, മർക്കസിലും അങ്ങനെ, സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെ. വന്യരായ കാന്തപുരം ഉസ്താദിനോട് ഇപ്പൊ നോളജ് സിറ്റി വന്നപ്പോൾ അതിനിക്കുള്ള ഒരുപാട് അതിന്റെ ഉള്ളിൽ കൂടിയും പുറഭാഗത്തിൽ കൂടിയും, സാധാരണ സിവിൽ കോർട്ടിന്റെ പുറമെ ഹൈക്കോർട്ടിലും, ഇനി വേണമെങ്കിൽ സുപ്രീം കോർട്ടിലും, ഖദീജ ബീബി പറഞ്ഞ ഒരു വാക്ക്, ലാ യുഹ്സിക്കല്ലാഹു അബദ, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് നിങ്ങൾ പരാജയപ്പെടൂല, ഒരു കാലത്തും പരാജയപ്പെടൂല. നിങ്ങൾ ചെയ്യുന്നത് യതീമിന്റെ സംരക്ഷണമാണ്. നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം സാന്ത്വനങ്ങളാണ്. SYS നടത്തുന്നത് സാന്ത്വനമാണ്. അതുപോലെ അവർ മരുന്നുകൾ പല രൂപത്തിലുമുള്ള സാന്ത്വനങ്ങളാണ് ചെയ്യുന്നത്. ലാ യുഹ്സിക്കല്ലാഹു അബദ, അല്ലാഹു പരാജയപ്പെടുത്തൂല, ഒരു കാലത്തും പരാജയപ്പെടുത്തൂല. നോളജ് സിറ്റിക്ക് വേണ്ടി എതിരിൽ വലിയ വൻതോക്കുകൾ വന്ന് അഡ്വക്കറ്റുമാരും ഡോക്ടർമാരും ഇവിടുത്തെ അഭ്യസ്ത വിദ്യരുടെ കൂട്ടായ്മകള്, ഒരു ബാറിലുള്ള ഒരുപാട് വക്കീലന്മാര്. പക്ഷേ ആ കേസ് നിങ്ങൾക്കറിയോ, ചെന്നൈ ഹൈക്കോടതിയിൽ വെച്ചിട്ട് അങ്ങേറ്റം അതിന്റെ നിരാശയോടുകൂടി അത് തള്ളിപ്പോയി. ലാ യുഹ്സിക്കല്ലാഹു അബദ, യതീമിന്റെ സംരക്ഷകൻ, പാവപ്പെട്ടവന്റെ പാപം സംഗതികൾ മനസ്സിലാക്കി ചെയ്യുന്നവൻ. ഞാനിങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്ക്, അഡ്നോക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ആയിരക്കണക്കിനുള്ള വിദ്യാർത്ഥികൾ അയച്ച് ഇപ്പോഴത് 130 ചില്ലാണ് ഹാഫിളിങ്ങളെ യുഎയിലേക്ക് ഇമാമിങ്ങളായി പറഞ്ഞു വിട്ട മർക്കസിന്റെ സന്തതികൾ. ഇന്നലെ പോയി ഉമ്മുൽ ഖുവയിലേക്കും അതുപോലെ തന്നെ അല്ലയിലേക്കും ദുബൈയിലേക്കും 130 ആളുകള്, 180 ആളുകൾ സെലക്ഷൻ പരീക്ഷയ്ക്ക് 130നും പാസ്സായി. ഒക്കെ പോകാനിരിക്കുന്നു, വിസ വന്ന്, ടിക്കറ്റ് വന്ന്. അതുപോലെ തന്നെ അഡ്നോക്കിൽ എത്ര ആയിരക്കണക്കിൽ ഈ കുട്ടികളുടെ വക എത്ര പള്ളികൾ നടന്നു പോകുന്നു, മദ്രസകൾ നടന്നു പോകുന്നത്. ദാറുൽ ഫലാഹിന്റെ പ്രവാസികളുടെ സഹായം നിർലോഭമായി വരുന്നു. മഴതല്ല വരുന്നു, മർക്കസിൽ വരുന്നു, നമ്മുടെ മജ്മഅകളിലൊക്കെ വരുന്നു. അന്നോ കുട്ടികൾ അതാണ് പറഞ്ഞത്, ഇന്നക്കല തഹ്മിലുൽ കല്ല വതസിലുർ റഹ്മ, കുടുംബ ചർച്ച ചെയ്യുന്ന ആള് പരാജയപ്പെടൂല. വതസ്തുഖുൽ ഖൗല, നേര് പറയുന്നവര്, അതുപോലെ തന്നെ വിരുന്ന് സൽക്കരിക്കുന്നവര്, വതുഈനു അലാ നവായിബിൽ ഹഖ്, സത്യം രാജ്യത്ത് പുലർന്നു കാണാൻ സഹായിക്കുന്ന ആള്. നമ്മളുടെ ദഅവ കോളേജുകൾ അത്രയും പരാജയപ്പെടൂല. കാരണം വതുഈനു അലാ നവായിബിൽ ഹഖ്. ഏതെങ്കിലും 2-3 കോളേജുകൾ വിദഗ്ധരെ കൊണ്ടുവന്ന് കേരളം മുഴുവനും വിദഗ്ധാക്കണമെന്നുള്ള ശ്രമമുണ്ടെങ്കിൽ അവിടെ
ഇന്ന് നൂറുകണക്കിനുള്ള കോളേജുകളിൽ കൂടി സത്യത്തിന് വേണ്ടി പടപൊരുന്ന ഒരു പടയണിയെ തന്നെ പുറത്തിറക്കാൻ ദാറുൽ ഫലാഹ് അടക്കമുള്ള നൂറുകണക്കിനുള്ള മലപ്പുറവും അല്ലാത്ത മറ്റു ജില്ലകളിലും നടക്കുന്ന കോളേജുകൾക്ക് സാധിച്ചു. അതാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ പ്രസംഗിച്ചല്ലോ, ആദർശം പ്രസംഗിക്കുന്ന കുട്ടികളെയും ഇതിൽ വെച്ച് വാർത്തെടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നിങ്ങളെ പോട്ടെ അറബ് രാഷ്ട്രത്തിൽ അന്ന് 40 കൊല്ലം വരെ ജീവിച്ച റസൂലുള്ളാഹി തങ്ങളുടെ നാവിൽ നിന്ന് ഒരൊറ്റ പൊള്ള് ഇന്ന് വരെ വന്നിട്ടുണ്ടോ? ആർക്കും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതല്ലേ അവിടെ ഈ സംഭവങ്ങളൊക്കെ ബുഖാരിന്റെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ കളവ് കൊണ്ടിട്ട് ഒരൊറ്റ കളവ് പറഞ്ഞിട്ടുണ്ടോ? അള്ളാന്റെ റസൂൽ അത് പറഞ്ഞിട്ടില്ല. തന്നെയുമല്ല, ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹായം. ഇതൊന്നും പരാജയപ്പെടൂല, ഇനി ഒരു കാലത്തും പരാജയപ്പെടൂല. ഇനി നോളജ് എക്സിറ്റിന്റെ എതിരിൽ ആരൊക്കെ കൂടി കേസ് കൊടുത്താലും ശരി, അത് വെള്ളം പോലെ അത് വലിഞ്ഞു പോകുകയല്ലാതെ. അതാണ് പറഞ്ഞത്. എന്താണ്? ആയിരക്കണക്കിനുള്ള യതീമിങ്ങളെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കുക. ഈ കോളേജുകളൊക്കെ ചെയ്യുന്നത് അതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് ഞാൻ പറയുന്നത്, നമ്മൾ ഇൽമു ലോകത്ത് നിലനിൽക്കണം, സത്യസന്ധമായ ഇൽമു നിൽക്കണം. അള്ളാഹുവിന്റെ റസൂൽ ആരാണെന്ന് മനസ്സിലാക്കുന്നവര്, അള്ളാഹുവിന്റെ റസൂലിനെ സാധാരണ മനുഷ്യനായി ചിത്രീകരിക്കുന്നവര് നിലനിന്നാൽ പവിത്രമായ ദീൻ ഇവിടെ നിലനിൽക്കൂല. മുഹമ്മദ് നബി വെറും ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള ഒരധ്യാപനമാണ് നൽകപ്പെടുന്നതെങ്കിൽ ഇതുകൊണ്ട് ഈ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. ലോക ജനതയെ തൗഹീദിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു ഏൽപ്പിച്ച ഖാത്തിമുൻ നബി മാത്രമല്ല, ഏറ്റവും വലിയ ലോകത്ത് അള്ളാഹു ഏറ്റവും ബഹുമാനിച്ച അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞ്, എന്നാൽ ഈ പവിത്രമായ ദീൻ എനിക്കിവിടെ നിലനിൽപ്പുണ്ടാകുമോ? പവിത്രമായ ദീനിന്റെ അടിവേര് തന്നെ കത്തിവെക്കുന്ന രൂപത്തിൽ ഇവിടെ പാരമ്പര്യമായി വരുന്ന നമ്മളുടെ സത്യസന്ധമായ കാര്യങ്ങളൊക്കെ ഇവരും തന്നെ പാരമ്പര്യത്തിന് അംഗീകരിക്കേണ്ടി വരും. ഞാനിങ്ങനെ ചിലപ്പോൾ ചിന്തിച്ചു പോകും, മക്കത്തും മദീനത്തും പോകുമ്പോൾ 20 റക്അത്ത് തറാവീഹാണ്. അവിടെ പ്രബോധനം ചെയ്യുന്ന മതത്തിന്റെ ആളുകൾ ഈ 8ന്റെ ആളുകളാണ്. എന്തുകൊണ്ട് മദീനത്തിൽ മക്കത്തും വന്നില്ല? പാരമ്പര്യത്തിനാണ് ഈ വിധികത്തിനേക്കാളും നിലപാട്. അവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും പാരമ്പര്യം അംഗീകരിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുതൽക്കുള്ള പാരമ്പര്യമാണ് വേണ്ടത്. അതേ സമയത്ത് ഏതല്ല വേണ്ടത്? നമ്മുടെ ദുൽ ഖുവൈസറത്തിന്റെ അയാളുടെ പിന്നിൽ നിന്ന് വന്ന മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ നയങ്ങളും മതവുമാണ് അവിടെ പഠിപ്പിക്കുന്നത്. പക്ഷേ വിശുദ്ധ കഅബാലയത്തിന്റെ അടുക്കൽ 8 റക്അത്ത് തറാവീഹ് പാസാക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ മുതൽക്ക് വരുന്ന പാരമ്പര്യത്തിനെ കൈവടിവാൻ വിദികത്ത് കൊണ്ട് കഴിയില്ല. വിദികത്ത് അംഗീകരിക്കുന്ന ആ നാട്ടുകാര് തന്നെയും പാരമ്പര്യം മാ അന അലൈഹി വഅസ്ഹാബി, അതാണ് പവിത്രമായ മതം. ഞാനും എന്റെ സഹാബത്തും നിലകൊണ്ടതാണ് പവിത്രമായ മതം. സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്തും ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലത്തും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലത്തും അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ കാലഘട്ടത്തിലും എല്ലാം മക്കത്തും മദീനത്തും നടന്ന പാരമ്പര്യം അതാണ് മാ അന അലൈഹി വഅസ്ഹാബി. ഞാനും എന്റെ സഹാബത്തും നിലകൊണ്ട് അതാണ് മതം. അതാണ് 20 റക്അത്ത് 3 റക്അത്ത് വിത്ർ, അതാണ് മതം എന്നല്ലാതെ 8 അല്ലാന്ന് അറേബ്യൻ ജനത, ലോക ജനത മുഴുവനും അംഗീകരിച്ചില്ലേ? അപ്പൊ ഈ പാരമ്പര്യത്തിന് വലിയ സ്ഥാനമുണ്ട്. കേരളത്തിലുള്ള പാരമ്പര്യമുള്ള പലതും നമുക്ക് പാരമ്പര്യമാണ്. ഈ പാരമ്പര്യത്തെ നശിപ്പിക്കുവാൻ വിദികത്തിനുള്ള മേലാളന്മാർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, ഇതുപോലത്തെ സ്ഥാപനം വളർന്നു വന്നാൽ മാത്രമേ ഇൽമു ലോകത്ത് നിലനിൽക്കുള്ളൂ, സത്യം ആദർശം ഇവിടെ നിലനിൽക്കുള്ളൂ. വിദികത്തുകൾ ഇവിടെ വളർന്നു വന്നാൽ പവിത്രമായ ദീനിന്റെ അടിവേര് നിന്ന് നശിച്ചു പോകും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. ഒരുപാട് പ്രാസംഗികന്മാരും സയ്യിദന്മാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം
സ്ഥാനവിതരണമാണ്, ഔദ്യോഗികമായി പ്രാസംഗികനല്ല. പക്ഷേ കൂടുതൽ ആളെ കാണണമെന്നപ്പം ഞാനങ്ങ് ലേശം പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിനെ നിർലോഭമായി സഹായിക്കണം. നമ്മളുടെ ബഹുമാനപ്പെട്ട അണ്ടോൺ ഉസ്താദിന്റെ, അതുപോലെ തന്നെ ഞങ്ങളൊക്കെ മർക്കസിൽ പഠിപ്പിക്കുമ്പോൾ അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ, ഒരുപാട് ആളുകൾ ഇപ്പൊ വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരുപാട്, ഏതുവരെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വരെ മർക്കസിന്റെ സന്തതികളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അങ്ങേയറ്റത്ത ആ ബഹുമാനവും ആദരവും നിറഞ്ഞ വന്യരായ ഉസ്താദിന്റെ ദർസ്, ആ ദർസിൽ വളർന്ന ഈ വിദ്യാർത്ഥികൾ, പവിത്രമായ ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അത് പഠിച്ച മക്കള്, ആരൊക്കെ എന്ത് പറഞ്ഞാലും ശരി, വന്യരായ കാന്തപുരം ഉസ്താദിന്റെ ബുഖാരി ദർസിൽ കൂടിയൊക്കെ സത്യസന്ധമായ നമ്മളുടെ ദീൻ മനസ്സിലാക്കിയ കുട്ടികൾ, അവര് കുന്നുകൾ ഇടിച്ചു നിരത്തി കൊണ്ടിട്ട് അവിടെ ദീനിന്റെ അവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ അതിന്റെ തലപ്പത്തൊക്കെ വന്യരായ കാന്തപുരം ഉസ്താദിന്റെ ആ ദർസിൽ നിന്ന്, അഥവാ ബുഖാരി സബുക്കിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട മക്കളാണ്. അധ്വാനിച്ചതിന്റെ ഫലം ഇവിടെ കണ്ടിട്ടുണ്ട്, കേരളത്തിലുടനീളം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിർലോഭമായ സഹായം, സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ നിലപാട് നിങ്ങൾക്കറിയാലോ. ഒന്നുണ്ടാകും. ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരും പേടിയിലാണ്. ഗൾഫിന്റെ അകത്ത് മാന്യം, എല്ലാ സ്ഥാപനങ്ങളും ഒരു വഴിയല്ലെങ്കിൽ മറ്റൊരു വഴി അള്ളാഹു തുറന്നു തരുമെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അർഹമുർ-റഹീമായ അള്ളാഹു എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടോ അതെല്ലാം അള്ളാഹു നീക്കിത്തരുമാറാകട്ടെ. നമ്മളുടെ പ്രവാസികൾ, ഈ സ്ഥാപനങ്ങളൊക്കെ നിൽക്കുന്നത്, ജീവൻ നിലനിൽക്കുന്നത് പ്രവാസികളുടെ നിർലോഭമായ സഹായമാണ്. അർഹമുർ-റഹീമായ അള്ളാഹുവേ, നീ മാലിക്കുൽ മുൽക്കാണ്, എല്ലാം അറിയുന്നവനാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അള്ളാഹ്. സ്വർഗത്തിന്റെ തോപ്പെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മജ്‌ലിസിലുള്ള സയ്യിദന്മാരുടെ ദുആ നീ സ്വീകരിക്കണേ അള്ളാഹുവേ. ആ പ്രവാസികൾക്കെല്ലാം നീ ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കണേ അള്ളാഹ്. അർഹമുർ-റഹീമായ അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിന്റെ പവിത്രമായ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അള്ളാഹ്. വന്യരായ കാന്തപുരം ഉസ്താദ്, അതുപോലെ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, മറ്റു സയ്യിദന്മാർ എല്ലാവർക്കും ദീർഘായുസ് നൽകണേ അള്ളാഹ്. നേരത്തെ ഒരുപാട് ആലിമീങ്ങൾ മരിച്ചുപോയത് സമസ്തയുടെയും, അതുപോലെ തന്നെ മുഹമ്മദ് മുസ്ലിയാർ അടക്കമുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അവരുടെ ഖബറിനെയൊക്കെ സ്വർഗത്തോപ്പാക്കണേ അള്ളാഹ്. അവർക്കൊക്കെ ദ്വാരക്കാൻ വേണ്ടി ഈ സ്ഥാപനത്തിൽ നിന്നൊക്കെ വളർന്നു വരുന്ന കുട്ടികൾ, ഉസ്താദന്മാർക്ക് ദ്വാരക്കാത്ത ഒരു താലിബും ഈ വക സ്ഥാപനത്തിൽ പഠിച്ച ഒരു താലിബുമില്ല. അവരുടെ ദ്വായിന്റെ കത്ത് മികച്ച് കാണുന്നതിൽ വലിയ സാധ്യതന നമ്മളുടെ ഉസ്താദന്മാര് നമ്മുടെ സയ്യിദന്മാർക്ക് വേണ്ടി ദ്വാ ചെയ്യും. അങ്ങനത്തെ കുട്ടികൾ രാജ്യത്ത് വളർന്നുണ്ടാകാൻ വേണ്ടി നിങ്ങൾ നിർലോഭമായി സഹായിക്കണം, സഹകരിക്കണം. എല്ലാ സഹകരണവും നൽകിയവർക്ക് അല്ലാഹു തആല അർഹിച്ച പ്രതിഫലം രണ്ട് ലോകത്തും നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അടുത്തതൊരു CD പ്രകാശനമാണ്. ബഹുമാന്യരായ പത്തപ്പെരിയം ഉസ്താദിന്റെ സലഫിസവും മൗദൂദിസവും ഭീകരവാദം തന്നെ എന്ന വളരെ പ്രൗഢമായ പ്രഭാഷണം ഈ വേദിയിൽ വെച്ച് പ്രകാശിതമാവുകയാണ്. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ MN സദ്ദീഖ് ഹാജി അവർക്ക് നൽകി ഇതോടെ പ്രകാശനം ചെയ്യുന്നു. ഇരുവരെയും ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അടുത്തത് അധ്യക്ഷ പ്രഭാഷണമാണ്. കേരള മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ ഫൈനാൻസ് സെക്രട്ടറിയും മഹത്തായ ജാമിഅ ഹികമിയയുടെ
പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബ് കോയ തങ്ങൾ ചിറക്കപ്പറമ്പ് അവറുകളുടെ അധ്യക്ഷ പ്രസംഗം നടക്കുന്നു. തങ്ങൾ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.